മട്ടന്നൂർ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിൽ അസാധാരണ നടപടിയുമായി കോടതി. ആകാശ് തില്ലങ്കേരി അടക്കം കേസിലെ മുഴുവൻ പ്രതികളുടെയും ജാമ്യം കോടതി റദ്ദാക്കി. വിചാരണ നടപടിയുമായി പ്രതിഭാഗം സഹകരിക്കുന്നില്ല എന്ന ഘട്ടത്തിലാണ് ഈ നടപടി. ഈ മാസം 18-നാണ് ഷുഹൈബ് കേസിൽ വിചാരണ ആരംഭിച്ചത്. കേസിലെ ഒന്നാം സാക്ഷിയെ അടക്കം വിസ്തരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം രംഗത്തെത്തി. കൂടാതെ ഒന്നാം സാക്ഷിയെ വിസ്തരിച്ചത് നിയമപരമായി നിലനിൽക്കില്ല എന്ന വാദവും ഉയർത്തി. 8 വർഷത്തിനു ശേഷം നടക്കുന്ന കേസിന്റെ വിചാരണ വീണ്ടും വൈകിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് റൂബി കെ ജോസിന്റെ നിർണായക ഇടപെടലുണ്ടായത്. വിചാരണ നടപടികളുമായി പ്രതികൾ സഹകരിക്കുന്നില്ലെന്ന ഘട്ടം വന്നപ്പോൾ കേസിലെ മുഖ്യപ്രതിയായ ആകാശ് തില്ലങ്കേരി അടക്കമുള്ള 17 പ്രതികളുടെയും ജാമ്യം കോടതി റദ്ദാക്കുകയായിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാദം തുടരട്ടെ എന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. എന്നാൽ കോടതിയുടേത് പ്രതികാര നടപടിയാണെന്ന് പ്രതിഭാഗം കുറ്റപ്പെടുത്തി. CPM-ന് കേസുമായി ബന്ധമില്ലെന്ന നിലപാട് ആവർത്തിക്കുമ്പോഴും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പ്രധാന നേതാക്കൾ കോടതിയിൽ എത്തിയിരുന്നു. റിമാൻഡ് ചെയ്ത പ്രതികളെ ജയിലിലേക്ക് മാറ്റി. ജനം, കണ്ണൂർ.